നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞു? അമ്മു വാ നമുക്ക് പോവാം. ഇപ്പൊ തന്നെ പോവാച്ച. പക്ഷെ ഒരു മിനിറ്റ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമായിട്ട് ഒരു ബന്ധം വേണ്ടെന്നല്ലേ മേഡം ഇപ്പൊ പറഞ്ഞേ? നമുക്ക് ഇവർക്ക് കുറച്ച് സജഷൻ കൊടുത്തിട്ട് പോവാം. ഞങ്ങളുടെ കണ്ണൻ ചേട്ടൻ ഓട്ടോ ഓടിച്ച് നന്നായി ജീവിക്കുന്നു. ആരെ കൊണ്ടും കുറ്റം പറയിച്ചിട്ടില്ല. ഇനി ഒരിക്കലും പറയിപ്പിക്കേയില്ല. കാക്കി യൂണിഫോമിന് ശമ്പളം കുറവായിരിക്കും, പക്ഷെ അഭിമാനം ഉണ്ടാവും. തന്നെ പോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാവും അവർക്ക്. സർവീസ് ചെയ്ത് ജീവിക്കാനും പറ്റും. പറഞ്ഞത് മനസ്സിലായോ? സർവീസ്, സേവനം ചെയ്ത് ജീവിക്കാൻ നല്ല മനസ്സ് വേണം. അത് മനസ്സിലാക്കുക. മേഡം എന്താ പറഞ്ഞത്? ഡ്രൈവറ്, കണ്ടക്ടർ, കൂലിപ്പണി ചെയ്യുന്നവര്, കുറച്ച് ശമ്പളം വാങ്ങുന്നവര്, അവരെയൊന്നും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അല്ലേ? ഈ നിൽക്കുന്നത് എന്റെ അച്ഛനാ. ബസ് കണ്ടക്ടർ ആയിരുന്നു. തനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 4 പെൺമക്കളെ നന്നായിട്ട് വളർത്തി, നന്നായി പഠിപ്പിച്ചു. സോ അവരുടെ മുന്നിൽ വെച്ച് ഇവരെ പോലെയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. എന്താ പറഞ്ഞേ? ഇതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീട്ടിൽ ജീവിക്കാൻ താല്പര്യമില്ല. കാശിനോട് താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് കാശുണ്ടാക്കാൻ നോക്കണം. അതല്ലാതെ കാശുള്ളവനെ കല്യാണം കഴിച്ച് ദേഹം അനങ്ങാതെ അത്യാർത്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാ. ഓട്ടോ ഓടിക്കുന്നവർ ഇട്ടിരിക്കുന്നതും കാക്കിയ, പോലീസുകാരുടെ യൂണിഫോമും കാക്കിയ, റോഡ് വൃത്തിയാക്കുന്നവർ ഇടുന്നതും കാക്കി തന്നെ, നമ്മളെ സേവിക്കുന്ന പട്ടാളക്കാരിടുന്നതും കാക്കിയ. ജനങ്ങളെ സേവിക്കുന്നവർ മാത്രമല്ല, ജനങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തവരും കാക്കിയിട്ട് തന്നെ എവിടെ ജീവിക്കുന്നെ. ഈ റോഡിൽ 2 ചക്രവും 4 ചക്രവും മാത്രമല്ല, പാവങ്ങൾക്ക് വേണ്ടിയുള്ള മുച്ചക്ര വാഹനങ്ങളും ഉണ്ട്. എല്ലാ ജോലിക്കും എപ്പോഴും അതിൻ്റെതായ മഹത്വമുണ്ട്. ആദ്യം അതിനെ ബഹുമാനിക്കാനാ പഠിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അമ്പലത്തിന് മുന്നിൽ 20 രൂപയ്ക്ക് പൂ വിൽക്കുന്നവരുണ്ട്. അവർക്ക് സന്തോഷമുണ്ട്. അവര് ജീവിക്കുന്നത് പോലെ പണിയെടുത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കും. എത്ര ലക്ഷവും കോടിയും കൊടുത്താലും അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനം കിട്ടാൻ പോകുന്നില്ല. മനസ്സിലാക്കിക്കോ. അച്ഛാ നടക്ക്, നമുക്ക് പോവാം. അച്ഛാ, അവള് പറഞ്ഞ കാര്യം കേട്ടൊന്നും അച്ഛൻ വിഷമിക്കണ്ട. ഇല്ല മോളെ, നീ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് സന്തോഷായി. ഒരു കാര്യം പറയാനുണ്ട്. ഞാനും അമ്മയെ ഓട്ടോയിൽ പോയിക്കോളാം. നീ ഇന്ന് കടന്ന കാര്യങ്ങളൊന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് തിരിച്ചു പോയിക്കോ. അച്ഛാ, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല. നടക്ക്, ഞാനും വരുന്നു. ഞാൻ പറയുന്ന കേക്ക് മോളെ. അതിങ്ങനെ പ്രമി ഇതാ പിടിക്കും. നീ കുറച്ചു നേരം സമാധാനമായിട്ട് നിന്നിട്ട് വണ്ടി എടുത്ത് പോയാൽ മതി, കേട്ടല്ലോ? പ്രമി വാ. ചില സമയത്ത് അമ്മയെ പോലെ തന്നെ അച്ഛനും പെരുമാറുന്നത്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അച്ഛനപ്പ തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമായതാ. പക്ഷെ ആ സമയത്ത് എന്നെ വിളിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ, എനിക്ക് സന്തോഷായി. എന്റെ അമ്മേ, ഒരു ദിവസം പിക്ക് ചെയ്യാൻ വന്നപ്പോഴേക്ക് ഇത്രയും ലവോ? ഒന്ന് വെറുതെ ഇരിക്കും. എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റിയില്ല. എല്ലാരും എന്നെ പോലെ അല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാ ഞാൻ. എല്ലാവരും നിന്നെ പോലെ അല്ലാന്ന് അറിയുമെങ്കിൽ എന്തിനാ ടെൻഷൻ ആവുന്നത്? എന്നെ നിനക്ക് അറിയുന്നല്ലേ. ഇപ്പൊ നിന്നോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യവും ചെയ്യാറുമില്ല. വാ പോവാ. ബൈ ദ വേ, ഈ വണ്ടി സുമേഷിനോട് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അതുപോലെ. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ അത്? പോകുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് കടയിലൊക്കെ കയറാനുണ്ട്. വണ്ടി നിർത്തണം. എന്തിനാണെന്നും ചോദിക്കരുത്. നമ്മൾ ഒന്നിച്ച് കൈ പിടിച്ച് അവിടെയൊക്കെ പോയിട്ട് വരും.
അപ്പോഴും എന്റെ അടുത്ത് എന്തിനാന്ന് ചോദിക്കരുത്. എന്താ കാര്യം? എന്താന്ന് വെച്ചാ അത് സർപ്രൈസാ. ഞാൻ ഫാം ഹൗസിലെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ പോവാ. അതുകൊണ്ട് എന്തിനാ ആർക്കാന്നൊന്നും എന്നോട് ചോദിക്കരുത്. മാത്രമല്ല ഫാം ഹൗസിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് റെഡിയാക്കണം. ഇനിയും ഞാൻ ലേറ്റ് ആയാ എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോവും. ടൈം ആവുമ്പോ സർപ്രൈസ് ആക്കി ഞാൻ തന്നെ എല്ലാരും വിളിച്ചു വരുത്താം. നീയും നിന്റെ ഒരു സർപ്രൈസും എന്തായാലും നോക്കാം. ഇതുകൊണ്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. വല്ലാതെ സുഖിപ്പിക്കല്ലേ. വേഗം പോ, വണ്ടി എടുക്ക്, വേഗം വേഗം. എടുത്ത് വരുന്നില്ലേ? എന്തിനാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നേ? അതും വീണോണ്ട് കാലൊക്കെ വേദനിക്കില്ലേ? അത് സാരില്ലായിരുതേ. ഒരുപാട് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. ദേഹനങ്ങാതെ നടക്കാതെ ഇരുന്ന ഈസി ഡെലിവറി ആവില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇത്ര നേരം നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ ചേട്ടനും അമ്മവും ഒരുമിച്ച് വരുമോന്ന് അറിയാൻ വേണ്ടിട്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നായിരുതേ. അപ്പോ വേദന്ത ചേട്ടൻ അമൂല്യെ കൊണ്ടുവരാൻ പോയെന്നാണ് ചേട്ടത്തി പറയുന്നത്? ഓഫ് കോഴ്സ്. ചേട്ടൻ ഇത്ര അർജന്റ് ആയിട്ട് പോയപ്പോ തന്നെ മനസ്സിലായില്ലേ അത് അതിനു വേണ്ടിയാണെന്ന്. എന്തിനാ ഇത്ര ചിരിക്കുന്ന ആരതി? ഒന്നുമില്ല ഏട്ടത്തി. വേദാന്തേട്ടന്റെ കള്ളം കണ്ടുപിടിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് ചിരി വന്നതാ. പിന്നല്ലാതെ വിട്ടുകളയെന്ന് വിചാരിച്ചോ? എത്ര നാളെങ്ങനെ ഒളിച്ചു കളിക്കുമെന്ന് അറിയണമല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഏട്ടത്തിക്ക് വിഷമാവരുത്. ചിലപ്പോ അമ്മും വേദാന്തേട്ടനും തമ്മിൽ പ്രണയത്തിലാണെന്ന് തെറ്റിദ്ധാരണയാണെങ്കിലോ? തെറ്റിദ്ധാരണയൊന്നുമല്ല, അത് തന്നെയാ സത്യമെന്ന് എനിക്കറിയാം. ശരി, ലവ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോ എന്താ? അല്ല, അതിനെന്താന്ന് ചോദിച്ചാ ആ കാര്യം എല്ലാവരോടും പറഞ്ഞ് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യല്ലേ? വേറെ എന്തിനാ? അവരിപ്പോ പ്രണയത്തിലാണെങ്കിലും നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവര് പ്രണയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ പ്രണയത്തിലാണെങ്കിൽ പോലും അവര് പറയുമ്പോ അത് അറിയുന്നതല്ലേ നല്ലത്. അവരായിട്ട് എന്നെ തുറന്നു പറയാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. അവരോട് ചോദിക്കാനല്ല, അവരായിട്ട് പറഞ്ഞാൽ അത് നല്ലതായിരുന്നു. അതല്ലാതെ എല്ലാവരും മുന്നിലും കള്ളം കാണിക്കണ്ടല്ലോ. അങ്ങനെയല്ല ഏട്ടത്തി, ഈ വിഷയം ഭയങ്കര പേഴ്സണൽ അല്ലേ? ചേട്ടത്തിക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? ചേട്ടത്തി പ്രണയത്തിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞ സമയത്ത് ആദ്യം തന്നെ എല്ലാവരും സമ്മതിക്കുമായിരുന്നോ? ചേട്ടത്തിയായിട്ട് തന്നെ എല്ലാവരോടും പറയുന്നതും വീട്ടില് ചോദ്യവിചാരണം നടത്തുന്നതും തമ്മില് നല്ല വ്യത്യാസമല്ലേ? നമ്മളിങ്ങനെ അവരുടെ പിറകെ നടന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാൾ അവരായിട്ട് വന്ന് നമ്മളോട് പറയുന്നതിലല്ലേ കൂടുതൽ സന്തോഷം. അവർക്കും അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. പെട്ടെന്ന് പോയി ഓരോ പൊട്ടത്തരം വിളിച്ചു പറയരുത്. ചേച്ചി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ റെഡി ആയിട്ടാ നിൽക്കുന്നത്. ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട്. ആൻസർ പറയുമ്പോ എന്നെയും കൂടി ഒന്ന് ഓർക്കണം. ആദ്യത്തെ ഉത്തരം പാളി പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, സൂക്ഷിച്ച് മാത്രമേ ആൻസർ പറയാവൂ. ഐ നോ ഇറ്റ്. വാ. ഹായ് ചേട്ടാ. ഹായ് മോളെ. വാ 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 വാ. അത് ഇവള് കൊണ്ടുപോയ വണ്ടിയില്ലേ, അത് ഇവളെ റാണിയെ പോലെ തന്നെ. അത് പണി മുടക്കി. ഭാഗ്യം കൊണ്ട് എന്നെ റോഡിൽ വെച്ച് കണ്ടു. അതുകൊണ്ട് ഞാൻ ഇവളെ കൂട്ടി. സുമേഷിനോട് വണ്ടി ശരിയാക്കാൻ പറഞ്ഞു മോളെ. അതിന് ഞാനൊന്ന് ചോദിച്ചില്ലല്ലോ. ചേട്ടൻ ഇതുവരെ കാണാത്തോണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാന്നു, അത്രേ ഉള്ളൂ.
ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിന് വെറുതെ എന്തിനു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവിടുന്ന് ഐ നോയിട്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ. ചോദിക്കുന്നതിന് മുന്നേ ഉത്തരം പറയുമ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ പെൺകുട്ടികൾക്ക് കഴിവുണ്ട്. ഈ പെൺകുട്ടികളുടെ സൈക്കോളജി ഒന്നും എനിക്കറിയില്ല. അവർ ഏത് സമയത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ എപ്പോ ചോദിക്കുന്ന ആർക്കറിയാനാ? അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് ഒന്ന് സൂക്ഷിച്ച് പറയണം. മൊബൈല് കട്ടതാരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും കണ്ട ഉടനെ മനസ്സിലായി അത് നിങ്ങളാണെന്ന്. എന്റെ കയ്യിൽ നിന്ന് ചെറുതായി ഒന്ന് പാളി. ഒന്ന് സമാധാനപ്പെട്. എന്നെ വല്ലാതെ ഉപദേശിക്കല്ലേ. ഞാനാണെങ്കിൽ ആരും അറിയാതെ ഇവിടെ കഷ്ടപ്പെടുക. അതിനിടയിൽ പൊട്ടത്തരം കാണിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. അയ്യോ, ഇതിനെന്തിനാ നിങ്ങൾ കരണ്ട് അടിച്ച് കാക്കയെ പോലെ നിൽക്കുന്നേ? അമ്മോന് എന്തെങ്കിലും പ്രശ്നം വന്നാ ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ. അത് കാലങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട്. അമ്മോന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാ ചേട്ടൻ അവളുടെ അടുത്ത് എപ്പോഴും എത്താറുമുണ്ട്. ശരിയല്ലേ? നിങ്ങൾ വന്നോ? ഞാൻ ചതുർത്ഥിക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്നേമ്മോ? നടക്ക്. ചേട്ടാ പോയാലോ? ആ അല്ല ഇതെന്തത്? ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണോ? ഏയ് ശേ, കുളിക്കാരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെള്ളം വെക്കോ? പിന്നെ എന്തിനായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാനാ വെച്ചത്. നീയാണോ? രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ കാല് തട്ടി വീഴാൻ വേണ്ടി വെച്ചാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ വിക്കി. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെന്തിനാ ഇത് കൊണ്ടുവച്ചത്? വിക്കിക്ക് വയ്യാത്തതല്ലേ? നല്ല കാലുവേദന ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് വെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചത്. അതിനകത്ത് കാല് വെച്ചോളൂ. കാലുവേദനയെല്ലാം പെട്ടെന്ന് പോയിക്കോളും. ഞാൻ ആരോടാണ് ഏറ്റവും ദേഷ്യം കാണിക്കേണ്ടത്? അവൾ എന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കോഫി എടുത്തിട്ട് വരാൻ നിൽക്കും.